മാസം ഒരു 30,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്. എന്നാൽ ഇതിന് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആവശ്യമായിട്ടുണ്ട്. നമ്മളുടെ വീട് തന്നെ മതിയാകും. എങ്കിൽ പോലും മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിനുള്ള ആംബിയൻസ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 30,000-ന് മുകളിൽ മാസം ഉണ്ടാക്കാൻ പറ്റും, വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ. അത്തരത്തിലുള്ള ഒരു ചെറുകിട ബിസിനസിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ് ഐഡിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഈ ബിസിനസ് പറ്റുമോ എന്നുള്ള കാര്യം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇവിടെ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ എക്സ്ട്രാ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും പുറത്തേക്ക് വാതിലുള്ള ഒരു മുറിയും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത്. കൂടാതെ നിങ്ങളുടെ ഈ വീട് ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിനോ അല്ലെങ്കിൽ കടലിനോ പുഴയ്ക്കോ തടാകത്തിനോ മലയ്ക്കോ വെള്ളച്ചാട്ടത്തിനോ എവിടെയെങ്കിലും അടുത്താണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൽ നമുക്ക് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ബിസിനസ്സിലൂടെ നല്ല ഒരു ഇൻകം കണ്ടെത്താൻ പറ്റും. നല്ലൊരു ചുവടുവെപ്പ് കൂടിയായിരിക്കും അത്. നമ്മളുടെ മുറിയും പരിസരങ്ങളും ഒക്കെ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഘടകം. കൂടാതെ 24 മണിക്കൂറും വെള്ളവും വൈദ്യുതിയും ഒക്കെ ഉണ്ടായിരിക്കണം. ഈ വരുന്ന വിനോദസഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ വാടക നമുക്കൊരു 250, 300 മുതൽ 500, 600 രൂപ വരെ വാടകയ്ക്ക് മുറി നൽകാൻ പറ്റും. വരുന്ന ടൂറിസ്റ്റുകൾ ഡയറക്റ്റ് വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ട്രാവൽ ഏജൻസികളുണ്ട്, ടാക്സി ഡ്രൈവർമാരുണ്ട്. ഇവരുമൊക്കെ ആയിട്ട് നമ്മളൊരു റിലേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്ത് ഇങ്ങനെയുള്ള ആളുകളെ എത്തിച്ചു തരും. ഒരു തവണ വന്നു കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാകും വൃത്തിയുണ്ട്, വെടിപ്പുണ്ട്, നല്ല സുരക്ഷിതമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്യും. അവർ 10 പേരോടത് പറയുകയും ചെയ്യും. നിങ്ങളുടെ അയൽപക്കത്തും ഇതുപോലെ മുറികൾ ഉണ്ടെങ്കിൽ അവരെ കൂടെ ഈ ബിസിനസ്സിനകത്തേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ അവരുടെ റൂം വാടകയ്ക്കെടുത്ത് നിങ്ങളായിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് കൂടുതൽ വിപുലമാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി അയൽ വീട്ടുകാർ സ്വന്തമായിട്ട് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നമുക്കിവിടെ ഒന്നിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൈമാറുകയും ചെയ്യാം. അവിടെ വരുമ്പോൾ ഇങ്ങോട്ട് കൈമാറുന്ന ഒരു രീതിയാണ് ഇത്. ഇങ്ങനെ നിങ്ങൾക്ക് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ചെയിൻ തന്നെ ഉണ്ടാക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് രാത്രിയിൽ കിടക്കാനുള്ള ബെഡിങ് സൗകര്യവും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വേണം. കൂടാതെ രാവിലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള സംവിധാനവും വേണം. ഇത്രയുമാണ് ഇതിനകത്ത് ടൂറിസ്റ്റ് അവകാശപ്പെടുന്ന ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ തിരിച്ചറിയൽ രേഖകളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് സംശയം തോന്നുന്നവരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം. പിന്നെ കൂടുതൽ കാലം നമ്മളുടെ അവിടെ വാടകയ്ക്ക് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരക്കി വെക്കുക. പ്ലസ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുക. ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ അങ്ങനെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് വാടക ഇനത്തിൽ ഇളവ് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ്. ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വിപുലീകരിക്കാവുന്നതാണ്. ചെറിയൊരു ഐഡിയ പറഞ്ഞതാണ്. അതായത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു എക്സ്ട്രാ റൂം, അതും പുറത്തേക്ക് തുറക്കുന്നതായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്, അതിനുള്ള ഗൈഡ് ലൈൻസ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കും. ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ, അതായത് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്തു വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ വീടും പരിസരവും എല്ലാം തന്നെ ഹൈജീനിക് ആയിരിക്കണം. പ്ലസ് ഹെൽത്ത് കാർഡുകൾ എടുത്തിരിക്കണം, സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ മാസം എങ്ങും തൊടാതെ നിങ്ങൾക്കൊരു 30,000 രൂപ വരെയെങ്കിലും മിനിമം സമ്പാദിക്കാൻ പറ്റും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.